യേശുവിൻ്റെ നമുക്ക് അടയട്ടെ. വരാമൻ പറഞ്ഞു. ഇത് മെയ് മാസം നടക്കും. 2023 ജൂൺ മാസം ഫസ്റ്റ് വീക്കിൽ ഞാൻ എൻ്റെ ഭാര്യ പിള്ളേരായിട്ട് നേരത്തെ പറഞ്ഞില്ലേ ഊട്ടിയിൽ പോയി. ഹല്ലേലൂയ പറ. മഴയുണ്ട്, മഞ്ഞുണ്ട്, തണുപ്പുണ്ട്. കുഴപ്പം വന്നില്ല. അവൻ പറഞ്ഞു വരത്തില്ല. കാര്യം എന്നറിയാമോ? വാഗ്ദാനമുള്ളവൻ തീരുമാനിക്കും. ഹല്ലേലൂയ പറ. ഡോക്ടർ പറഞ്ഞത് വർഷങ്ങളെടുക്കും അടയാണെന്ന്. വാഗ്ദാനമുള്ളവൻ തീരുമാനിക്കുന്ന സമയത്ത് പ്രവർത്തനം. അവൻ പറഞ്ഞു മനസ്സിലാവണം. നിന്റെ മേൽ ദൈവിക വാഗ്ദാനം ഉണ്ടെന്നുണ്ടെങ്കിൽ നീ തീരുമാനിക്കും എപ്പോൾ വെളിപ്പെടണം. ഹല്ലേലൂയ പറ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അത്ഭുതമല്ല, ദൈവം നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനം നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോൾ നടക്കണമെന്ന് നിങ്ങൾ തീരുമാനിക്കുന്നത് കർത്താവല്ലെന്ന് അവൻ പറഞ്ഞു. ഞാൻ കടയിൽ പറയുന്നത് ദൈവമല്ല തീരുമാനിക്കുന്നത്. ദൈവം ഒരു മെസ്സേജ് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്വീകരിക്കുന്നവന് തീരുമാനിക്കാം എപ്പോൾ നടക്കണമെന്ന്. ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങളുടെ വാക്കിനകത്ത്, നിങ്ങളുടെ വിശ്വാസത്തിനകത്ത് ആദരിക്കുന്നത്. ഹല്ലേലൂയ. നീ വിശ്വസിച്ചില്ലെങ്കിലും ഉറപ്പായും നടക്കും, പക്ഷെ സമയമെടുക്കും. പക്ഷെ നീ വിശ്വസിച്ച് കഴിഞ്ഞാൽ 5 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ടത് 2ാമത്തെ ആഴ്ചയിൽ നടക്കും. ഹല്ലേലൂയ പറ. കളിയല്ല, സത്യം പറയുന്നതാ. നമ്മുടെ ദൈവവചനത്തിനകത്ത് നിങ്ങൾക്കറിയാമോ, ബൈബിളിൽ സമയത്തിന് 2 വാക്കുകൾ പറയുന്നുണ്ട്. ക്രോണോസ് എന്നും കൈറോസ് എന്നും. ക്രോണോസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 24 മണിക്കൂർ. നമ്മുടെ നോർമലി ഇപ്പം എത്രയായി? 2 മണിയാകാറായി. ഇത് നമ്മൾ ക്രോണോസിനകത്താണ് നിൽക്കുന്നത്. ഇപ്പം നമ്മൾ നിൽക്കുന്ന ഈ സമയമാണ് ക്രോണോസ്, ലോകത്തിൻ്റെ സമയം. കൈറോസ് എന്ന് പറയുന്നത് അപ്പോയിന്റഡ് ടൈം അല്ലെങ്കിൽ ഡിവൈൻ ടൈം, ദൈവീക സമയം. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം നമ്മളോട് വാഗ്ദാനം ചെയ്യുന്നത് കൈറോസിനകത്താണ്, ക്രോണോസിനകത്തല്ല. ആമേൻ പറ. ദൈവം വാഗ്ദാനം ചെയ്യുന്നത് ദൈവത്തിന്റെ സമയത്തിനകത്താണ്, എൻ്റെ 24 മണിക്കൂറിനകത്തല്ല. ഹല്ലേലൂയ പറ. അപ്പൊ അതുകൊണ്ട് ദൈവത്തിന്റെ സമയത്തെക്കുറിച്ച് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാണ്? കർത്താവിന്റെ സന്നിധിയിൽ ഒരു ദിവസം എത്ര? 1000 വർഷങ്ങൾ പോലെയും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെയും എന്ന് വെച്ച് കഴിഞ്ഞാൽ 50 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട പ്രോമിസും എനിക്ക് ഇന്നാക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇന്നാക്കാം. പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞെങ്കിൽ നമ്മൾ കാലഘട്ടത്തിൻ്റെ അവസാനത്തെ മണിക്കൂറുകളിലാണ്. അത് പറഞ്ഞിട്ട് 1900 കൊല്ലം കഴിഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മളെപ്പോഴും എവിടെയായിരിക്കും നിൽക്കണേ? നമ്മൾ അവസാനത്തെ സെക്കൻഡിലായിരിക്കും ചിലപ്പോൾ. ദൈവത്തിൻ്റെ സമയത്തിൽ അവസാനത്തെ സെക്കൻഡിലായിരിക്കും. കർത്താവ് നമ്മളോട് പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർത്തിയാകാതിരിക്കത്തില്ല. ഹല്ലേലൂയ പറ. ക്രോണോസിനകത്തല്ല, ലോകത്തിന് 24 മണിക്കൂറിനകത്തല്ല നമ്മൾ നിൽക്കേണ്ടത്. ആമേൻ പറഞ്ഞേ. ലോകത്തിന് 24 മണിക്കൂർ ലോകത്തിന്റെ മനുഷ്യനുള്ളതാണ്. ഹല്ലേലൂയ. ഈ ആത്മ മനുഷ്യന്, ദൈവത്തിൽ വിശ്വസിക്കുന്നവനെ, യേശുവിനെ സ്വീകരിച്ച വ്യക്തിക്ക് ക്രോണോസില്ല, അവൻ കൈറോസ് മാത്രമേ. ഹല്ലേലൂയ പറഞ്ഞേ. അവനോട് ദൈവം പറഞ്ഞ വാഗ്ദാനങ്ങൾ പൂർത്തീകരിക്കപ്പെടുന്നത് കൈറോസിനകത്തായതുകൊണ്ട് അവനെ കൈറോസിനകത്ത് ജീവിക്കാൻ പറ്റുന്നു. ഹല്ലേലൂയ പറ. നിങ്ങൾ 24 മണിക്കൂർ മാറ്റിയേക്കണം. ആമേൻ പറ. 24 മണിക്കൂറിനകത്ത് നിങ്ങൾ ഓപ്പറേറ്റ് ചെയ്യരുത്. ആമേൻ പറ. നമ്മൾ 24 മണിക്കൂർ ഓപ്പറേറ്റ് ചെയ്യാതെ നമ്മൾ ദൈവത്തിന്റെ സമയത്തിനകത്ത് ഇൻഫിനിറ്റിക്കകത്ത് ഓപ്പറേറ്റ് ചെയ്യണം. ഹല്ലേലൂയ പറ. ഒരു വലിയ സാധനം 10 മിനിറ്റ് ചുരുക്കാൻ പോകാൻ കേട്ടോ. നമ്മൾ ഇൻഫിനിറ്റി വെച്ചാൽ ദൈവത്തിന്റെ സമയത്തിനകത്താണ് കളിക്കേണ്ടത്. ഹല്ലേലൂയ. ചെറിയ സാധനം പറഞ്ഞാൽ പോഷൻ പോലും എടുക്കുന്നില്ല. പെട്ടെന്ന് പറഞ്ഞാൽ പഴയ നിയമത്തിനകത്ത് ഒരു കൈറോസ് പ്രവർത്തനം നടന്നിട്ടുണ്ട്. ഒരിക്കൽ മോശയുടെ സഹോദരങ്ങളും കുറേ ആൾക്കാരും കൊണ്ട് കുറച്ച് എന്താണ് ഗോത്ര പ്രമുഖന്മാർ കൊണ്ട് ഗോത്രം മറ്റേ 12 ഗോത്രങ്ങളുടെ പ്രമുഖന്മാർ കൊണ്ട് ഒരു ഡയലോഗ് അടിക്കുകയാണ്. അത് അഹ്റോന് മാത്രമല്ല ഒരു തിരഞ്ഞെടുത്തുള്ളൂ, ഞങ്ങളുടെ ആൾക്കാരെ തിരഞ്ഞെടുത്തില്ലേ. ഭയങ്കര വെല്ലുവിളി വാഗ്വാദം നടക്കുക. കർത്താവ് പറഞ്ഞൊരു കാര്യം ചെയ്യും, 12 ഗോത്രത്തിൽ നിന്നും ഓരോരുത്തർ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടുപോകാം. ലേവി ഗോത്രത്തിൽ നിന്ന് അഹ്റോനെ കൊണ്ടുപോകാം. 12 പേർക്കും ഓരോ വടി കൊടുക്കുക. അഹ്റോനും കൊടുക്കുക ഒരു വടി. മനസ്സിലാവുന്നതാണ്? ഒരു വടി കൊടുക്കുക. കൊണ്ടുവന്നു. എല്ലാ വടിയിലും എല്ലാവരുടെയും പേര് വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അഹ്റോന്റെ വടിയിൽ വേണ്ടി അഹ്റോന്റെ പേര്. ഹല്ലേലൂയ. എന്നിട്ട് കൊണ്ടേ വയ്ക്കുക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിനകത്ത്. തളിർക്കാത്ത വടികൾ, ഒരു 12 കമ്പ് കൊണ്ട് കർത്താവിൻ്റെ എന്താണ് മന്നയും പിന്നെ എന്താണ് നിയമവും ഇരിക്കുന്നതിനകത്ത് ദൈവ സാന്നിധ്യത്തിനകത്ത് കൊണ്ട് വയ്ക്കുക. ഹല്ലേലൂയ. സമാഗമ കൂടാരത്തിനകത്ത്, സാക്ഷ്യപേടകത്തിനകത്ത് കൊണ്ട് വയ്ക്കുക. അതിൻ്റെ സാക്ഷ്യപേടകത്തിനകത്ത് മന്ന എന്നുവെച്ചാൽ ദൈവത്തിൻ്റെ ജീവൻ, ദൈവിക ജീവൻ, അപ്പം, യേശുവിൻ്റെ ശരീരം. മനസ്സിലായില്ലേ? പുതിയ നിയമത്തിൽ യേശുവിൻ്റെ ശരീരമാവും. അതുപോലെ നിയമം എന്ന് പറയുമ്പോഴത്തേക്കും എന്താ പറയുക, ഫലകം എന്ന് പറയുന്നത് നിയമം. മനസ്സിലായി? അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. മനസ്സിലായില്ലേ? അതിനകത്തേക്ക് നീ നിന്റെ ജീവിതത്തെ കൊണ്ട് വെക്കാനാണ് പറയുന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. ഒരു രാത്രി കൊണ്ട് വെച്ചു, പിറ്റേന്ന് ദൈവം പറഞ്ഞെങ്കിൽ നേരം കളിക്കുമ്പോൾ ഞാൻ പറഞ്ഞുതരാം ഞാൻ തിരഞ്ഞെടുത്ത ആരെയാണ്. ഹല്ലേലൂയ. മനുഷ്യൻ തിരഞ്ഞെടുത്തവരല്ല, ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ കാണിച്ചു തരാം. ഹല്ലേലൂയ. പിറ്റേന്ന് നേരം കളിക്കുമ്പോഴത്തേക്കും ചെന്ന് കാണുന്ന കാഴ്ച 12 വഴിയിൽ 1 മാത്രം കളിച്ചുള്ളൂ. ഹല്ലേലൂയ. ദൈവം തിരഞ്ഞെടുത്തവന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് വർഷങ്ങളുടെ ആവശ്യമില്ല. ഹല്ലേലൂയ പറഞ്ഞേ. ആ ബദാമരത്തിന്
എന്താണ് തണ്ട്, അതിൽ ഇലകൾ വന്നു, പൂ വന്നു, കായ് വന്നു, ബദാമ്പഴം വിട്ടിരുന്ന വചനം പറഞ്ഞു. ഹല്ലേലൂയ പറ. എന്നുവെച്ചാൽ വർഷങ്ങൾ കൊണ്ട് നടക്കേണ്ട പ്രവൃത്തി ദൈവ സാന്നിധ്യത്തിനകത്ത് മണിക്കൂറുകൾ കൊണ്ട് സംഭവിച്ചു. ഹല്ലേലൂയ പറ. ഒന്ന് ഇരുണ്ട് വെളുത്തപ്പോഴത്തേക്കും വർഷങ്ങളുടെ പ്രോസസ് നടന്നത്. ഹല്ലേലൂയ പറഞ്ഞേ. അത് പഴയ നിയമം പറ. ഇത് പഴയ നിയമം. ഒന്ന് അപ്പുറം കൈ കൊടുത്ത് പറ. ഇത് പഴയ നിയമം. ഇപ്പം പറഞ്ഞത് കൈ കൊടുത്ത് പുറകിലെ മുമ്പിൽ കൈ കൊടുത്ത് പറ. ഇത് പഴയ നിയമം. ഇപ്പം പറഞ്ഞത് കൈ കൊടുത്ത് പറ. ഇനി പുതിയ നിയമം കേട്ടോ. ഇനി പുതിയ നിയമം കേട്ടോ പറഞ്ഞോ. പറയും കൈ കൊടുത്ത് പറ. കൈ കൊടുത്ത് പറ. ഇനി പുതിയ നിയമം കേട്ടോ. മുമ്പിൽ പുറകിൽ കൈ കൊടുത്ത് പറ. ഇനി പുതിയ നിയമം കേട്ടോ. പുതിയ നിയമത്തിനകത്ത് കാനായിലൊരു കല്യാണം നടക്കണം. ഹല്ലേലൂയ. ഒരു കല്യാണം നടക്കണം കാനായിലെ. മാതാവ് പറഞ്ഞു വീഞ്ഞില്ല, വീഞ്ഞ് തീർന്നു. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ പറ. വീഞ്ഞ് തീർന്നു. നിനക്കെന്താ? നിനക്കെന്താ? നീ എന്ന് പറഞ്ഞാൽ വില കുറച്ചിട്ടല്ല കേട്ടോ. റെസ്പെക്ട് വിത്ത് ഫുൾ റെസ്പെക്റ്റഡ്. അങ്ങനെയൊക്കെ എനിക്ക് ചോദിച്ചു. ഫൈൻ. മാതാവിന് പുള്ളിക്കാരിക്ക് നല്ല വിശ്വാസമാണ് മകൻ്റെ സ്വഭാവത്തിൽ. പുള്ളിക്കാരി പറഞ്ഞു അവൻ പറയുന്നത് ഞങ്ങളത് ചെയ്തേനെ. ഹല്ലേലൂയ. അവൻ പറയുന്നത് ചെയ്തേച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ പുള്ളിക്കാരുടെ കാര്യം ഇനിയിപ്പോൾ നമുക്കൊരു എക്സ്ക്യൂസ് ഇല്ല. അമ്മയടുത്ത് എക്സ്ക്യൂസാണ് പറയുന്നത്. കാര്യം പുള്ളിക്കാരി പണിയേപ്പിച്ചു. ഹല്ലേലൂയ. ഹല്ലേലൂയ. പുള്ളിക്കാരി പണിയേപ്പിച്ചു. യേശു ഒറ്റ വാക്യം പറഞ്ഞത് വെള്ളം നിറയ്ക്കും, ഭരണിയിൽ വെള്ളം നിറയ്ക്കും. കാല് കഴുകുന്ന പുറത്തുനിന്ന് വരുന്ന ആൾക്കാർ കാല് കഴുകി അകത്തോട്ട് കയറാൻ ശുദ്ധീകരണ കർമ്മത്തിൽ ഉപയോഗിക്കുന്ന കൽഭരണികളിൽ വെള്ളം നിറയ്ക്കും. ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഒഴിച്ച വെള്ളം ഒഴിച്ച വേലക്കാരൻ ചോദിച്ചില്ല കർത്താവ് നീ മണ്ടനാണോ ചോദിച്ചില്ല. മനസ്സിലായില്ലേ? ഒരാളും ചോദിച്ചില്ല കർത്താവ് നിനക്ക് ബോധമില്ലേ ഇത് കാല് കഴുകുന്ന മാത്രമാണ്, അതിന് വെള്ളം നിറയ്ക്കുന്നത് ഞങ്ങൾ പിന്നെ നടത്തുവാണ്, ഇപ്പം വീഞ്ഞ ആവശ്യം. ഹല്ലേലൂയ. ആരും ചോദിച്ചില്ല. ഹല്ലേലൂയ. വെള്ളം ഒഴിച്ച് കഴിഞ്ഞ് വെള്ളം നിറഞ്ഞ പേശ് പറഞ്ഞ കടവറക്കാരനെ കാണിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. മേൽത്തരം വീഞ്ഞിന് 10-400 കൊല്ലമെങ്കിലും പഴക്കമുണ്ടെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ. ഏറ്റവും ബെസ്റ്റ് വീഞ്ഞ് വരണമെങ്കിൽ ഒരു 100-400 കൊല്ലം എടുക്കണം. ഹല്ലേലൂയ. വെള്ളം കോരിയ വേലക്കാരെ ഇതും കൊണ്ട് കലവറ വരുത്തുന്ന സമയം 5 മിനിറ്റുകൾ പോലും എടുത്തില്ല വെള്ളം വീഞ്ഞാവാൻ. ഹല്ലേലൂയ. പഴയ നിയമത്തിനകത്ത് ഒരു രാത്രി എടുത്തെന്നുണ്ടെങ്കിൽ, വർഷങ്ങളുടെ പ്രോസസ്സ് നടക്കാനായിട്ട് പഴയ നിയമത്തിനകത്ത് ഒരു രാത്രി എടുക്കുന്നുണ്ടെങ്കിൽ, നൂറ്റാണ്ടുകളുടെ പ്രോസസ്സ് നടക്കാനായിട്ട് പുതിയ നിയമത്തിനകത്ത് സെക്കൻഡുകൾ മാത്രം. ആമേൻ പറ. ആമേൻ പറ. വിശ്വാസം മാത്രം മതി. ഹല്ലേലൂയ. നീ വിശ്വസിച്ചാൽ മാത്രം മതി. ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് മണിക്കൂർ വേണ്ട. ആമേൻ പറ. ആമേൻ പറയും. രോഗമുള്ളവരോട് ഞാൻ പറയും വിശ്വസിക്കുക. നീ സൗഖ്യമാകുമെന്ന് ദൈവത്തിന്റെ വചനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാത്രം മതി. വേറെ ആരും തന്നെ കേൾക്കേണ്ട ആവശ്യമില്ല. ആമേൻ പറ. ഞാൻ പറയും മുടന്തരായിട്ടുള്ള ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, നടക്കാൻ കഴിവില്ലാത്ത ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ, അത് ഒരു രോഗശാന്തി ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു വൈദികനോ ആരും നിങ്ങളുടെ തലയിൽ കൈവയ്ക്കേണ്ട ആവശ്യമില്ലെന്നേ. ദൈവത്തിന്റെ വചനം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? അവന്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ട് കഴിഞ്ഞു. ആമേൻ പറ. കഴിഞ്ഞു എന്നാ പറഞ്ഞ ആക്കും എന്നല്ല പറഞ്ഞത്. ഹല്ലേലൂയ. ഈ വചനം, ഈ ഒരു പ്രോമിസിംഗ് വേർഡ് നീ അങ്ങ് കേട്ട് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം നിന്റെ സൗഖ്യം വെളിപ്പെട്ട് കഴിയും. ഹല്ലേലൂയ പറ. ഞാൻ ആശുപത്രിയിൽ കുറേ കാലങ്ങളായി. എനിക്കൊന്ന് കർത്താവുമായുള്ള ബന്ധത്തിൽ വന്നിട്ട് ആകെപ്പാടെ വാക്സിൻ എടുക്കാനായിട്ട് ആശുപത്രി കയറി. അത് വാക്സിൻ എടുക്കാൻ വേണ്ടി കയറിയതുമല്ല, ശുശ്രൂഷയ്ക്ക് വേണ്ടി യാത്ര ചെയ്യണമെങ്കിൽ വാക്സിൻ വേണം, അതുകൊണ്ട് കയറിയത്. ഹല്ലേലൂയ പറ. എനിക്ക് കൊറോണ പിടിച്ചത്, കൊറോണ ഏറ്റവും സിവിയർ ആയിരിക്കുന്ന സമയത്ത് എനിക്ക് കൊറോണ പിടിച്ചതാണ്. എനിക്കും പിടിച്ച് വൈഫിനെ പിടിച്ചു, കൊച്ചിനൊന്നും പറ്റില്ല. ഹല്ലേലൂയ പറ. ഒന്നും സംഭവിച്ചില്ല. ഞങ്ങളുടെ കൂടുതലുണ്ടായിരുന്ന പല ആൾക്കാരും സീരിയസ് ആയിട്ട് ആംബുലൻസിൽ എടുത്തുകൊണ്ട് ആശുപത്രിയിൽ പോകുന്നതിന് ഞങ്ങളിലുണ്ട്. ഒന്നും സംഭവിച്ചില്ല. ഹല്ലേലൂയ. വാഗ്ദാനം നിന്റെ പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിനക്ക് ചുറ്റും ബൈബിൾ പറഞ്ഞ പോലെ നിനക്ക് ചുറ്റും 1000 മരിച്ചു വീഴുമായിരിക്കും, 10,000 തകർന്ന് വീഴുമായിരിക്കും. ഒന്നും പറ്റത്തില്ല. അവൻ പറ. ഒന്നും പറ്റത്തില്ല. ഒരു കൊറോണയോ ഒരു മഹാമാരിയോ ഒരു ക്യാൻസറോ ഒന്നും തീർക്കത്തില്ലെന്ന്. ഹല്ലേലൂയ പറ. വാഗ്ദാനം കൊണ്ടേച്ചാൽ മാത്രം മതി. ഹല്ലേലൂയ പറഞ്ഞേ. ആകപ്പാടെ ആശുപത്രിയിൽ കയറിയത് ഞാൻ പറഞ്ഞില്ലേ, അത് വാക്സിൻ എടുക്കാനായിട്ട്. അങ്ങനെ 1-2 തവണ മാത്രം. ഞാൻ രോഗമായിട്ട് പറഞ്ഞ് കഴിഞ്ഞ 10 കൊല്ലത്തിനിടെ എനിക്കൊരു രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന് ഞാൻ ആശുപത്രിയിൽ കയറിയിട്ടില്ല. ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? ബൈബിളിനകത്ത് എനിക്ക് വേണ്ടി ഒരു വചനമുണ്ട്, അവൻ മുഴുവനെങ്കിൽ എനിക്ക് സൗഖ്യമുണ്ടെന്ന്. ഹല്ലേലൂയ പറ. ഈ വചനം എന്ന് എൻ്റെ മേലേക്ക് ഒരു വെളിപാടായിട്ട് നിറഞ്ഞു പോകും, അന്ന് മുതലേ ഞാൻ ഇങ്ങനെ ക്യാരി ചെയ്യുന്നുണ്ട്. ഹല്ലേലൂയ. അത് ആദ്യം അത് എൻ്റെ മേലെ ഒരു രോഗശാന്തിയായിട്ട് അല്ലെങ്കിൽ ദൈവിക ജീവനായിട്ട് എൻ്റെ മേലെ നിറയുകയും, പിന്നെ ഈ വെളിപാട് കൊണ്ടുനടന്ന അവസാനം രോഗശാന്തി ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. നിന്നോട് ദൈവം പറഞ്ഞ വാഗ്ദാനം നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ്. ഹല്ലേലൂയ പറ. വാഗ്ദാനം ദൈവം പൂർത്തീകരിക്കും. ഒറ്റ കാര്യം മാത്രം, ഇത് പ്രാപിക്കാനായിട്ട് ഞാൻ തയ്യാറാവണം. ഹല്ലേലൂയ പറഞ്ഞേ. ആരൊക്കെ വാഗ്ദാനം പ്രാപിക്കാൻ തയ്യാറാണ്? കർത്താവ് പറഞ്ഞ വാഗ്ദാനങ്ങൾ സ്വീകരിക്കാം അറ്റ് എനി കോസ്റ്റ്. ഹല്ലേലൂയ. ശരി, എപ്പോഴെങ്കിലും പ്രാപിക്കാമെന്നുള്ള പരിപാടി പുതിയ നിയമത്തിനകത്ത് ഇല്ല. ആമേൻ പറയും. പുതിയ നിയമത്തിനകത്ത് ദൈവം പറഞ്ഞ വാഗ്ദാനം എപ്പോഴെങ്കിലും പ്രാപിക്കാമെന്നുള്ള പരിപാടിയേ ഇല്ല. പുതിയ നിയമത്തിനകത്ത് ദൈവം എന്നോട് പറഞ്ഞ വാഗ്ദാനം ഞാൻ പ്രാപിച്ചിരിക്കുമെന്നുള്ളത്. ഹല്ലേലൂയ. അത് എപ്പോഴാ? ഇപ്പൊ പറ. ഇപ്പൊ പ്രാപിക്കും.
ഹല്ലേലൂയ. അതിന്റെ ഏറ്റവും വലിയ തെളിവുകളൊന്നാണ് ഒറ്റ വാക്കുകൾ പറഞ്ഞു നിർത്തി തരാം. മാതാവിനോട് ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്. മാതാവിനോട് ഗബ്രിയേൽ മാലാഖ വന്നിട്ട് പറഞ്ഞു, നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. പ്രൊസീജിയർ പറഞ്ഞു കൊടുത്തു. മാതാവിന് എങ്ങനെയാണ് ഗർഭം ധരിക്കാൻ പോകുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു. മാതാവ് ഒറ്റ വാക്യം പറഞ്ഞത് ആമേൻ, ആമേൻ. അനുസരിച്ച് നിന്റെ വാക്കിന് നിറവേറട്ടെ. അതിന്റെ ഹെബ്രായ വാക്കാണ് ആമേൻ. ഇതും കേട്ടിട്ട് പുള്ളിക്കാരി നേരെ പിറ്റേ ദിവസം നേരെ മലകയറി പോവാം. ബത്ലഹേമിലെ മലകയറി പോവാം. യൂദയ വനപ്രദേശത്തുള്ള മലകയറി പോയി. മല കയറി മലയുടെ മുകളിലെത്തി സഖറിയ പുരോഹിതന്റെ വീടിന്റെ മുറ്റത്ത് പോയിട്ട് പുള്ളിക്കാരി ഹല്ലേലൂയയോ ശാലോം എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ടാവും. ഈ വാക്ക് കേൾക്കുകയും വീട്ടിനകത്ത് നിന്ന് അമ്മാമ്മ ഒരു വിളി വിളിച്ചു, എൻ്റെ കർത്താവിൻ്റെ അമ്മ. മറിയം ഇംഗ്ലണ്ട് വിട്ടില്ല, ടെലിഗ്രാം ഇല്ല, മൊബൈൽ ഫോണില്ല, അല്ലാത്ത ലാൻഡ് ഫോണും ഇല്ല, ഒരു പരിപാടിയുമില്ല. പുള്ളിക്കാരി മല കയറി അവിടെ എത്തുന്നതിനിടയ്ക്ക് വീട്ടിലിരുന്നവൾ അറിഞ്ഞു, ഒരുത്തി കർത്താവിൻ്റെ അമ്മ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ പറ. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ വിശ്വാസത്തോടെ ദൈവം പറഞ്ഞ വാഗ്ദാനത്തിന് രാമൻ പറഞ്ഞപ്പോൾ ആ നിമിഷം മുതൽ ആത്മമണ്ഡലത്തിൽ അവൾ ആ വാഗ്ദാനം പ്രാപിച്ചോടെ മാറി കഴിഞ്ഞു. ഹല്ലേലൂയ പറഞ്ഞേ. ദൈവം നിന്നോട് പറയുന്ന വാഗ്ദാനത്തോട് നീ ഒരു ആമേൻ പറഞ്ഞ് സ്വീകരിക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ ഉറപ്പിച്ചോണം, ആ സെക്കൻഡ് മുതൽ നീ ആ വാഗ്ദാനം പ്രാപിച്ച് കഴിഞ്ഞ വ്യക്തിയാണ്. ആമേൻ പറ. മനസ്സിലാവുന്നുണ്ടോ? ദൈവം നിന്നോട് പറയുന്ന വാഗ്ദാനങ്ങൾ, രോഗശാന്തി ആകട്ടെ, എന്ത് വിഷയമാകട്ടെ, അതിന് നീ നോക്കിയിട്ട് നീ അതിന് ഹല്ലേലൂയ ആമേൻ എന്ന് പറഞ്ഞ് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ നിമിഷം മുതൽ പിന്നെ നീ ജീവിക്കുന്നത് വാഗ്ദാനം ഇല്ലാത്ത വ്യക്തിയായിട്ടല്ല, വാഗ്ദാനം സ്വീകരിച്ച വ്യക്തിയുമായിട്ടല്ല, വാഗ്ദാനം വെളിപ്പെട്ട് കഴിഞ്ഞ വ്യക്തിയായിട്ട്. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ പറ. ഒരാമേൻ പറഞ്ഞാൽ മതി. നീ പറയുന്ന ആമേന്റെ ഇന്റൻസിറ്റി, ആ ആമേൻ പറയുന്നതിനുള്ള വിശ്വാസം മതി നിന്റെ ജീവിതത്തിൽ ദൈവം പറഞ്ഞ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടാറുണ്ട്. ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ പറഞ്ഞേ. അതുകൊണ്ട് ദൈവം നിങ്ങളോട് പറഞ്ഞ സകല വാഗ്ദാനങ്ങൾക്കും ആമേൻ എന്ന് പറഞ്ഞേക്കണം. ഹല്ലേലൂയ. ആമേൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ നിയമത്തിനകത്ത് വെളിപാടിനകത്ത് ആമേൻ എന്നൊരാൾ പറയുന്നുണ്ട്, ആമേൻ ആയവൻ എന്നൊരാൾ പറയുന്നുണ്ട്. വെളിപാട് പുസ്തകത്തിനകത്ത് യേശു തന്നെ വെളിപ്പെടുത്തി യോഹന്നാനെ വെളിപ്പെടുത്തുന്ന സമയത്ത് പറഞ്ഞത് ആമേൻ ആയവൻ. ശരി, നീ ആമേൻ പറഞ്ഞത് അതിനർത്ഥം അത് യേശുവിനാണ് അത് വെളിപ്പെടുന്നത്. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ പറ. നീ യേശുവിനകത്തായതുകൊണ്ട് നീ ആമേൻ പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി യേശുവിനകത്തുനിന്ന് സാധനം പുറത്തേക്ക് വരും. ഹല്ലേലൂയ പറ. ഹല്ലേലൂയ പറ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഒരാമേൻ പറഞ്ഞാൽ മതി, വാഗ്ദാനം വെളിപ്പെടും. ഹല്ലേലൂയ. വാഗ്ദാനം സമയം കാത്തിരിക്കത്തില്ല, വാഗ്ദാനം നീ പറയുന്ന ആമേന്റെ ഒപ്പം തന്നെ വെളിപ്പെടും. ഹല്ലേലൂയ പറഞ്ഞേ.